നമുക്കറിയാം നന്നായി ഓടുന്ന ആൾക്ക് ഫസ്റ്റ് കിട്ടുമെന്നറിയാം. അപ്പോൾ ഓട്ട മത്സരത്തിലൊക്കെ ഏറ്റവും ആദ്യം ഫിനിഷ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് കിട്ടും. പ്രിയമുള്ളവരെ, ഇന്ന് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ ഫീസ്റ്റ് ആഘോഷിക്കണം നമ്മൾ. അപ്പോൾ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ നമുക്കറിയാം മരിച്ചു 1 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധനായിട്ട് നാമകരണം ചെയ്യപ്പെട്ടു. ദൈവദാസൻ, വാഴ്ത്തപ്പെട്ടവൻ, ധന്യൻ, ഈ പദവികളൊക്കെ വിശുദ്ധൻ, ഈ പദവികളൊക്കെ പെട്ടെന്ന് തന്നെ സഭ പ്രോസസ്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു ഈ അന്തോണീസ് പുണ്യാളനെ. എന്താ അല്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും ഏറ്റവും ആദ്യം ഫാസ്റ്റസ്റ്റ് സെയിൻറ്റ്, ഏറ്റവും ആദ്യം ഈ മരിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്ത് ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് വിശുദ്ധനായി തീർന്ന അന്തോണീസ് പുണ്യാളനാണ്. പക്ഷെ അങ്ങനെയല്ല, അന്തോണീസ് പുണ്യാളന് 2ാം സ്ഥാനം ഉള്ളൂ. 1ാം സ്ഥാനം സെൻറ്റ് പീറ്റർ ഓഫ് വെറോണ. 11 മാസം മാത്രമാണ് അദ്ദേഹത്തിന് ഈ വിശുദ്ധനാവാനുള്ള ഈ ഒരു പ്രോസസ്സിങ് നടന്നത്. 11 മാസം കൃത്യമായപ്പോൾ അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപനം ചെയ്യപ്പെട്ടു. അന്തോണീസ് പുണ്യാളനാണെങ്കിൽ 11 മാസം ഏതാനും ദിവസങ്ങൾ കൂടി. പ്രിയമുള്ളവരെ, ഇവരൊക്കെ മത്സരിച്ചത് വിശുദ്ധിയിലേക്കുള്ള ഓട്ടത്തിലേക്കാണ്. നമ്മളൊക്കെ എങ്ങടാണോ ഓടണേ? നമ്മളൊക്കെ എങ്ങനെ എന്തിനു വേണ്ടിയിട്ട് മത്സരിക്കണേ? വലിയ സ്റ്റാറ്റസ്, പദവി, പൊസിഷൻ, ലൈക്ക്, സബ്സ്ക്രൈബ്, ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ നോക്കണേ? വിശുദ്ധരാകാൻ നമുക്കൊന്ന് മത്സരിച്ചാലോ? ഈ ഒരു തിരുനാൾ ദിവസത്തിലപ്പോൾ വിശുദ്ധരാകാനുള്ള ഒരു മത്സരത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സോ ലെറ്റ്സ് ബിഗിൻ അവർ ജേണി. അവർ ട്രാക്ക് ഈസ് റെഡി. താങ്ക് യു.